മോളിവുഡിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന DSRയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച് പ്രണവും ഞെട്ടിച്ച് രാഹുൽ സദാശിവനും ഇരച്ചുയരുന്ന ഭയവും ഒടുങ്ങാത്ത ക്രോധവുമാണ് DSR. റോമൻ കത്തോലിക്കർ മരിച്ചവർക്ക് വേണ്ടി നടത്തുന്ന കുർബാനയിൽ പാടിയിരുന്ന ഒരു ലത്തീൻ ഗീതമാണ് ക്രോധത്തിന്റെ ദിനം എന്നർത്ഥം വരുന്ന DSR. പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച മമ്മൂട്ടി ചിത്രമായ ബ്രഹ്മയുഗത്തിന് ശേഷം രാഹുൽ സദാശിവന്റെ സംവിധാന സംരംഭമായ DSRയിൽ പ്രണവ് മോഹൻലാലിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. പ്രേക്ഷകന്റെ പ്രതീക്ഷകളോട് 100% നീതി പുലർത്തുന്ന അനുഭവമാണ് ചിത്രം തിയേറ്ററുകളിൽ നിന്നും സമ്മാനിക്കുന്നത്. റോഹൻ എന്ന ആർക്കിടെക്റ്റായാണ് പ്രണവ് മോഹൻലാൽ സിനിമയിലെത്തുന്നത്. പ്രതീക്ഷിക്കുന്നിടത്തൊന്നും പ്രേക്ഷകനെ ഭയപ്പെടുത്താതെ എന്നാൽ പേടിപ്പിക്കുന്നിടത്തെല്ലാം പൂർണ്ണതയുണ്ടെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഛായാഗ്രഹണം, സംഗീത സംവിധാനം, ശബ്ദലേഖനം, കലാസംവിധാനം എന്നിവ എടുത്തു പറയേണ്ടതാണ്. പതിയെ തുടങ്ങി ഭയത്തിന് മുറുക്കത്തിലേക്ക് എത്തിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാത്ത ചിത്രം പ്രേക്ഷകനെ പൂർണ്ണമായും സ്ക്രീനിൽ പിടിച്ചിരിക്കുന്നു. പ്രണവ് മോഹൻലാലിനൊപ്പം ജിബിൻ ഗോപിനാഥും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സംഗീത സംവിധായകൻ ക്രിസ്റ്റോ സീവറിന്റെ പിന്തുണ എടുത്തു പറയേണ്ടതാണ്. ആദ്യ പകുതിയിൽ നിന്നും പ്രേക്ഷകനെ മറ്റൊരു തലത്തിലേക്കാണ് രണ്ടാം പകുതി കൊണ്ടുപോകുന്നത്. ഹോളിവുഡ് ലെവലുള്ള മേക്കിങ്ങും പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾക്ക് വിശ്വസനീയമായ ആഖ്യാനവും നൽകുന്നതോടെ മികച്ച സിനിമാനുഭവമാണ് ചിത്രം സമ്മാനിക്കുന്നത്. DSRയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. പ്രശസ്ത ട്രാക്കേഴ്സായ സാക്നെൽക്കിന്റെ കണക്കനുസരിച്ച് ഏകദേശം 4.5 crore സിനിമ നേടിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ 15,000 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കളക്ഷൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സിനിമ മുന്നേറുന്നത്. ഇതുപോലുള്ള വാർത്തകൾ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ മൂവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്.